ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ക്രിസ്തുമസ് ഈസ്റ്റർ സ്പെഷ്യൽ വിഭവമായ കള്ളപ്പവും പോത്തിറച്ചിയുമാണ്. ഇതിൽ കള്ളപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് കള്ളുകൊണ്ട് തന്നെയാണ്. എങ്ങനെയാണ് കള്ളുണ്ടാക്കുന്നതെന്ന് വീഡിയോയിൽ പറയുന്നുമുണ്ട്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം നമുക്ക് കള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കള്ളപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പ് പച്ചരി, 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, 1.5 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, 3-4 ചെറിയ ഉള്ളി, വളരെ ചെറിയ ഉള്ളിയാണത്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1 വെളുത്തുള്ളി, പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കള്ള്. 1/2 കപ്പ് തേങ്ങ അരിയുടെ കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. 1 കപ്പ് തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ നന്നായി ചതച്ചെടുക്കണം. ഇനി നമുക്ക് കള്ളുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു 150 ml കോക്കനട്ട് വാട്ടറാണ്. അതിലകത്തേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ടൊരു മസ്ലിൻ ക്ലോത്ത് വെച്ച് കവർ ചെയ്ത്, ടൈറ്റായിട്ട് കെട്ടണ്ട, ഒന്ന് പതിയെ ഒന്ന് കെട്ടിയിട്ട് 24 മണിക്കൂർ അനക്കാതെ വെച്ചേക്കുക. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അരിച്ചെടുത്ത് ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തന്നെയോ മാറ്റി വയ്ക്കുക. ഞാനൊരു 7 ദിവസം കഴിഞ്ഞിട്ട് ആണ് എടുത്തത്. നല്ലതായിട്ട് കള്ളായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1-2 ദിവസം മാത്രം ഉള്ളെങ്കിൽ, ഇനിയിപ്പം നമുക്ക് ക്രിസ്മസിന് അധിക ദിവസമില്ല, അപ്പോൾ 1-2 ദിവസം മാത്രം ഉള്ളെങ്കിൽ ഈ കോക്കനട്ട് വാട്ടറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഇതേപോലെ തന്നെ 24 മണിക്കൂർ വെച്ചിട്ട് അരിച്ചെടുത്ത് കുപ്പിയിലേക്ക് വെച്ചേക്കുക. പിറ്റേ ദിവസം വൈകുന്നേരം അരി അരയ്ക്കുന്ന സമയത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ അത്രോളം വീര്യം ഉണ്ടാവത്തില്ല, പക്ഷെ എന്നാലും നല്ലൊരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം നമുക്ക് അരി അരച്ച് വയ്ക്കാം. ആദ്യമേ തന്നെ കുറച്ച് അരി എടുത്ത് 1/2 കപ്പ് തേങ്ങ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ആ അരച്ചെടുത്തതിനകത്ത് നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മാവെടുത്ത് 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കുറുക്കിയെടുക്കണം. കപ്പി കാച്ചുക എന്നാണ് നമ്മൾ പറയുന്നത്. കപ്പി കാച്ചിയത് എടുത്ത് തണുക്കാനായിട്ട് വയ്ക്കുക. അത് തണുത്തതിന് ശേഷം ബാക്കിയുള്ള അരിയോട് കൂടെ അതും കപ്പി കാച്ചിയതും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. പിന്നെ ആ 1 കപ്പ് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി അരയരുത്, ചതച്ചെടുക്കണം. നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കുന്നത് പോലെ ചതച്ചെടുത്താൽ മതി. അതും കൂടെ ചതച്ചെടുത്തിട്ട് മാവിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച് വയ്ക്കുക. 2 ടീസ്പൂൺ പഞ്ചസാര, 2-3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കൊരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായി പുളിച്ച് വന്നായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് പുളിച്ച് നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. കള്ള് ചേർത്ത് അരി അരച്ചെടുത്താച്ചാൽ മതി. നല്ല ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കുറുകിയിരിക്കണം. ഒത്തിരി ലൂസാവരുത്. പാലപ്പം വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പം മാവിരിക്കുന്നത് പോലെ ലൂസാക്കരുത്. ഇത്തിരി തിക്കായിട്ടുള്ള മാവാണ് കള്ളപ്പത്തിന് വേണ്ടത്. കപ്പി കാച്ചിയെടുക്കുമ്പം മീഡിയം തീയിലിട്ട് പതിയെ കുറുക്കിയെടുക്കണം. പെട്ടെന്ന് കുറുക്കിയെടുക്കരുത്. പതിയെ കുറുക്കിയെടുത്തിട്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ അരിയുടെ കൂടെ ചേർത്ത് അരച്ചെടുക്കണം. ഞാൻ ഈ മാവിലേക്ക് കുറച്ച് കറിവേപ്പില ഞെരടിയതും
കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സാധാരണ പോലെ അപ്പം ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കണം. പരത്തി കൊടുക്കരുത്, വെറുതെ കുറച്ച് കോരി ഒഴിച്ചാൽ മതി. എന്നിട്ട് 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കണം. ഒരു ഗോൾഡൻ കളറ് വന്നു കഴിയുമ്പം നമുക്ക് എടുക്കാം. എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ജീരകത്തിൻ്റെ ചെറിയൊരു രുചിയും ഒക്കെ കൂടി വരുമ്പം ബീഫിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കള്ളപ്പത്തിനുള്ള ബീഫ് പെരളൻ ഉണ്ടാക്കാം. ഗ്രേവി ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്നും എങ്ങനെ ചെയ്യുന്നതെന്നും നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ 400 ഗ്രാം ബീഫാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ കുറച്ച് സവോള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് പൊടിയും മുളക് പൊടി, മീറ്റ് മസാല, പെരിഞ്ജീരകം പൊടിച്ചതും ഒരു പച്ചമുളകും ചേർത്ത് നന്നായി തിരുമ്മി ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യണേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവോള അരിഞ്ഞത്, 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, കറിവേപ്പില. ചെറിയുള്ളി ആണ് ഏറ്റവും നല്ലത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി മാത്രം ഉപയോഗിക്കുക. ഞാൻ രണ്ടും കുറേശ്ശെ എടുത്തേക്കുവാണ് ചെയ്തേക്കുന്നത്. ഒരു പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഞാൻ കുക്കർ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കുക്കർ യൂസ് ചെയ്യാറില്ല. സ്ലോ കുക്കിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുക്കറിൽ വെച്ചുണ്ടാക്കുന്നതിലും. എളുപ്പത്തിന് വേണമെങ്കിൽ കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പേ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഇട്ട് നന്നായി മൂപ്പിക്കണം. മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് നടുവേ കീറിയതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായി വഴറ്റണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് സവോളയോ അല്ലെങ്കിൽ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ഓരോന്നായി ചേർത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പൊടികൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് പൊടികൾ ഇവിടെ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ചേർത്ത് നന്നായി പച്ചമണം പോകുന്നത് വരെ റോസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് റോസ്റ്റ് ചെയ്ത് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ പുളിക്ക് വേണ്ടി വിനെഗറാണ് ഉപയോഗിച്ചേക്കണേ. നിങ്ങൾക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതിയായിരിക്കും. അതും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു മീഡിയം തീയിൽ കിടന്ന് നന്നായി നമുക്ക് വരട്ടിയെടുക്കാം. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്.
ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് പെരളൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കള്ളപ്പവും ബീഫ് പെരളനും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. Thank you for watching my channel.